കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാലോ, വിശ്വാസം എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ അതൊരു കാഴ്ചപ്പാടാണ്. ചിലർ കർത്താവിനെയും കൂട്ടിക്കാഴ്ചപ്പാട് നടത്തും. ചില ആൾക്കാർ വേറെ പല സബ്സ്റ്റിറ്റ്യൂട്ട് കർത്താവിന് പകരം വെച്ച് പുതിയ കാഴ്ചപ്പാടുണ്ടാക്കും. കാലാന്തരത്തിൽ കർത്താവിൻ്റെ കൃപ കെട്ടുപോവുകയും ചെയ്യും. പക്ഷേ ജെസ്സയ്ക്കും ജെസ്സയുടെ അപ്പനും ഒബേദിനും അപ്പുറത്ത് ഒരാളുണ്ടായിരുന്നു. ആരാണ്? ബോവാസ്. ആരാണത്? ബെത്ലഹേംകാരനാണ്. ഒബേദിൻ്റെ അപ്പനാണ് ബോവാസ്. ബോവാസിൻ്റെ ഭാര്യയാണ് റൂത്ത്. റൂത്ത് പക്ഷേ നമുക്കറിയാം, റൂത്ത് മോവാബുകാരത്തിയാണ്. ഈ മോവാബിനെക്കുറിച്ച് പണ്ട് ജോഷുവ ഒരു വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, അമോന്യരെക്കുറിച്ചും മോവാബിനെക്കുറിച്ചും. എന്താ ജോഷുവ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയേണ്ട സാഹചര്യം ഇതാണ്. ഈ റൂത്ത് ഒഫ്ര എന്നും പറഞ്ഞ് വേറെ ഒരു മരുമോളുണ്ടായിരുന്നു. ഇവർ രണ്ടും നവോമിയുടെ മരുമക്കളാണ്. നവോമി എന്ന് പറയണത് എഫ്രാത്ത കുടുംബത്തിലുണ്ടായിരുന്ന വംശത്തിലുള്ള ആളാണ്. ബെത്ലഹേംകാരി തന്നെയാണ്. ഇപ്പം നവോമിയുടെ ഭർത്താവ്, ഇവർ നല്ല വെൽ ടു ഡു ഫാമിലിയാണ്. സാമ്പത്തികമായിട്ട് നല്ല ഉന്നമനമുള്ള കുടുംബമാണ് നവോമിയുടെ കുടുംബം. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർ അതിനുശേഷം 2 മക്കളുമായിട്ട് അവർ മൊവാബിൽ പോയി താമസിച്ചു. അവിടെ വെച്ചു ഭർത്താവ് മരിക്കും നവോമിയുടെ. പിന്നെ 2 ആൺമക്കളുണ്ടായിരുന്നു. ആ 2 ആൺമക്കളും കല്യാണം കഴിച്ച് മൊവാബിനെ തന്നെ കല്യാണം കഴിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അവരും ആ 2 ആൺമക്കളും മരിക്കും. അവസാനം ക്ഷാമമാകും അവിടെ. അപ്പോൾ ബെത്ലഹേമിൽ ബാർലി കൊയ്ത്തിൻ്റെ കാലമാകുമ്പോൾ അവർക്ക് നവോമിയുടെ ഭർത്താവിനൊക്കെ ബെത്ലഹേമിലെ പാടശേഖരങ്ങൾ ഓഹരി ഉള്ളതാണ്.
ഒന്നെങ്കിൽ അത് വിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി കൃഷി ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് നവോമി തിരിച്ചു പോരുകയാണ് ഇങ്ങോട്ട്. തിരിച്ചു പോരുമ്പോൾ മരുമക്കളോട് പറയുന്ന വാക്കുകൾ വളരെ ചരിത്ര പ്രസിദ്ധമാണ്. നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമുണ്ട്, നിങ്ങൾ എന്നെയും കാത്ത് നിങ്ങളുടെ ജീവിതം മെനക്കെട്ട് കളയേണ്ട കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകാൻ പറയും. എന്തൊരു നല്ല അമ്മായിയമ്മയാണ്. വളരെ ശാന്തമായിട്ട്, വളരെ പ്രായോഗികമായിട്ട്, എന്നാൽ നിങ്ങൾ എന്നെയും നോക്കി എൻ്റെ കൂടെ നിന്ന് നിങ്ങളുടെ ജീവിതം കളയേണ്ടെന്ന് പറയുന്ന ഒരു മൂല്യമുണ്ട്. ഇതാണ് വെള്ളമെന്ന് പറയുന്നത്. അവിടെ ഈടുവെപ്പ്, ആ കുടുംബത്തിൻ്റെ ഈടുവെപ്പ് അതാണ്. നിങ്ങൾ എന്നെ നോക്കി നിങ്ങളുടെ ജീവിതം കളയേണ്ട എന്ന് സന്തോഷത്തോടെ പറയുന്ന ഒരു അമ്മായിയമ്മ വളരെ ഹൃദ്യമാണ്. അപ്പോഴേ ഒഫ്ര ഉടനെ കുറച്ച് നിലവിളിച്ചൊക്കെ ഉണ്ടെങ്കിലും നല്ല കുടുംബമായിരുന്നു. അവളുടെ രീതിയിൽ പോയി. അപ്പോൾ റൂത്തിനോട് നവോമി പറഞ്ഞു, മകളും പോ, മകളെന്തിനാ നിൽക്കണേ, എന്നിട്ട് കാര്യമില്ല, നിൻ്റെ ചാർച്ചക്കാരിൽ പോയി നീ കല്യാണം കഴിച്ച് കുടുംബജീവിതം നീ സന്തോഷമായിട്ട് നടത്ത്. എന്ത് രസമാണ് അതൊക്കെ പറഞ്ഞ് കേൾക്കാൻ, അവരുടെ വചനങ്ങളെല്ലാം കേൾക്കാൻ. അപ്പോൾ റൂത്ത് പോകത്തില്ല. എങ്ങനെയാണ് ഈ രക്ഷകൻ പിറക്കണതിൻ്റെ ആദ്യ സൂചനകളാണ്, ഏത് മനോഭാവമാണ്. നമ്മുടെ ഉള്ളിലുമൊക്കെ വേരുകളുണ്ടാകും, കെട്ട വേരുകൾ ചിലപ്പോൾ ഉണ്ടാകും. പക്ഷേ ഈ മനോഭാവങ്ങൾ, രക്ഷാകരമായ മനോഭാവങ്ങൾ രൂപപ്പെടുത്തി എടുത്താൽ തീർച്ചയായിട്ടും ഈ വചനം ഒരു വെള്ളം പോലെ നിങ്ങളിലേക്ക് വീഴുകയും ദൈവികമായ ശക്തി നിങ്ങൾ ഉണരുകയും ചെയ്യും. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 മഹത്വം 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 കർത്താവേ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെ ശാന്തമായിട്ട് വേണം കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ. ഞാൻ വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൽ വളരെ കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ ഈ ജീവിത അനുഭവങ്ങളുടെ പ്രാതികൂല്യങ്ങളില്ലേ, ചില സമയത്ത് നമ്മളങ്ങ് തളർത്തിക്കളയും. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഉയർന്നു വരാനുള്ള മാർഗമാണ് കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്നത്. ഇപ്പം നവോമിയുടെ ലൈഫ് കണ്ടില്ലേ. നവോമി നാട്ടിലോട്ട് വരുവേ. നാട്ടിലോട്ട് വരുന്ന മുമ്പ് റൂത്തിൻ്റെ ഒരു വർത്തമാനമുണ്ട്. നമ്മൾ 1:8, റൂത്ത് 1:8 നവോമി അവരുടെ വീട്ടിലോട്ട് പോകാൻ പറയണ ഭാഗമാണ്. മക്കൾ പോയി കല്യാണം കഴിക്കൂ, എന്നിട്ട് കുടുംബ ജീവിതം ആസ്വദിക്കൂ. എന്തിനാണ് പ്രായമായ എന്നെ കാത്തു നിന്ന് നിങ്ങളുടെ ജീവിതം കളയണത്? എന്ത് രസമാണ് അവരുടെയൊക്കെ ആ തുറന്ന മനോഭാവമില്ലേ. ഇതാണ് ജെസ്സയുടെ വേരെന്ന് പറയണത്. ജെസ്സയുടെ വേരെന്ന് പറയണത് ഇതാണ്. ഈ മനോഭാവം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ക്രിസ്തു ഉണർന്നു വരും. ദാറ്റ്സ് മൈ പോയിന്റ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ രീതികൾ മനസ്സിലായില്ലേ? ഇതൊരു മനോഭാവമാണ്. അമ്മായിയമ്മ മരുമകളോട് പറയുന്നൊരു മനോഭാവമാണ്. അതായത് നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കൂ. എന്തിനാണ് എന്നെ കാത്ത് നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ചെയ്യണത്? എന്ത് മനോഹരമാണത്. അത് തുറന്ന മനോഭാവമാണ്. ഇത് ഒരു സ്വയം ദാനത്തിൻ്റെ മനോഭാവം, രക്ഷാകരമായ മനോഭാവമാണിത്. ഈ മനോഭാവം നമ്മൾ രൂപീകരിച്ചെടുത്തു കഴിഞ്ഞാൽ, അപ്പം നമ്മുടെ ഈ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ, നിങ്ങൾക്ക് ഇതുപോലെ മരുമക്കളോട്, അമ്മയമ്മ, അയൽവാസികളോട് നമ്മളുടെ സുരക്ഷിതത്തിനും സുഖത്തിനും വേണ്ടി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ വിഷമിപ്പിച്ച് അവരെ
അവരുടെ രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടാതെ ഒക്കെ നമ്മളുടെ താല്പര്യത്തിന് വേണ്ടി അവരെയൊക്കെ നിലനിർത്തണമെങ്കിൽ അതൊന്നും രക്ഷാകരമായ മനോഭാവമല്ല. അവരവരുടെ വഴിക്ക് വിടുക. പിന്നെ അവർക്ക് ചിലർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം, അവരുടെ സ്വാതന്ത്ര്യം. അപ്പം അങ്ങനെ ചിലപ്പോൾ അധികാരം നമ്മുടെ അടുത്താണെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് ഒരു തുറന്ന മനോഭാവം. അത് ഈ നവോമി സൂപ്പറാണ് ശരിക്കും. ഞാൻ അവർക്ക് ഇത്രയും പ്രായം ചെന്നിട്ട് അവർ ഇത്രയും നന്നായിട്ട് സംസാരിച്ചല്ല. ഓർക്കണം, ദാവീദിൻ്റെ അപ്പുറത്തെ കാലഘട്ടമാണ്. 3500 വർഷം മുമ്പുള്ള മനുഷ്യൻ്റെ മനോഭാവമാണ്. 3500 എന്നല്ല, ഇരിക്കണം 3700 വർഷമെങ്കിലും ആണ് നവോമി ജീവിച്ചിരുന്നത്. ആ കാലങ്ങളിലുള്ള മനുഷ്യൻ്റെ മനോഭാവമാണ് എത്രയോ രക്ഷാകരമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ജെസ്സിയുടെ വേരെന്ന് നമ്മളിപ്പോൾ ഐസിയായുടെ വചനങ്ങളില്ലേ, ജെസ്സിയുടെ വേരിൽ നിന്ന് ഞാൻ ഒരു തണ്ട് മുളപ്പിച്ചെടുക്കുമെന്ന് പറഞ്ഞത്. ജെസ്സിയുടെ വേരാണ് ഈ പറയണത്. ജെസ്സിയുടെ വേരിൽ നിന്നാണ് ക്രിസ്തുവിനെ രൂപീകരിച്ച് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ജെസ്സിയുടെ വേരെന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഇതുപോലുള്ള നവോമിയെപ്പോലുള്ള ആൾക്കാരാണ് ജെസ്സിയുടെ വേര്. ജെസ്സിയുടെ വേരെന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്, ഒരു വ്യക്തിത്വമാണ്, ഒരു പ്രവർത്തന ശൈലിയാണ്, ഒരു ജീവിത വീക്ഷണമാണ്, ഒരു സ്വയംദാനത്തിൻ്റെ ഒരു സമർപ്പണമാണ് ജെസ്സിയുടെ വേര്. ആ വേരുകളൊക്കെ കെട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അത് വെള്ളം പോലെ, ജോബിൻ്റെ 14:9 പറഞ്ഞിരിക്കുന്ന പോലെ കെട്ട വേരുകൾ വെള്ളം വീഴുമ്പോൾ വെള്ളത്തിൻ്റെ ഗന്ധമേൽക്കുമ്പോൾ ഉണർന്ന് തളർക്കണ പോലെ തളർക്കാൻ ഇടയാക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരുന്നതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരുന്നതിയേ, അനുദിനം നിൻ പാദം ഗതിയേ, അടിയേനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പാദം ഗതിയേ, അടിയേനു നിൻ കൃപമതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരുന്നതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരുന്നതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റൂത്തും ജെസ്സിയുടെ വേരാണ്, രക്ഷകൻ്റെ വേരാണ് റൂത്ത്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, റൂത്ത് ഒരു മോവാബുകാരത്തിയാണ്. കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിലുള്ള ആളല്ല, വിജാതി സ്ത്രീയാണ്. പക്ഷേ വിജാതി സ്ത്രീ ആയാലും അവളുടെ ഉള്ളിലെ മനോഭാവമാണ് രക്ഷാകരമെന്ന് പറയണത്. ഇപ്പം എന്നെ കേൾക്കുന്ന മക്കൾ ചിലപ്പോൾ അക്രൈസ്തവരുണ്ടാകാം. ക്രൈസ്തവവും അക്രൈസ്തവവും ബേസിക്കായിട്ട് എന്താണ്? ആറ്റിറ്റ്യൂഡാണ്, മനോഭാവമാണ്. ഒരു വിഷയത്തെ നീ എങ്ങനെ കാണുന്നു? സുവിശേഷ വിഹിതമായിട്ട് കണ്ടാൽ നീ ഓട്ടോമാറ്റിക്കലി ഇപ്സോ ഫാക്ടോ യു ആർ എ ക്രിസ്ത്യൻ. നീ ക്രിസ്ത്യനാണ്. എൻ്റെ പേര് വല്ലതൊക്കെ ആയിരിക്കും, പക്ഷെ അതൊന്നും പ്രശ്നമല്ല. വിശ്വാസം എന്ന് പറയണത് ഒരു മനോഭാവമാണ്. റൂത്ത് എന്നാ പറയണമെന്ന് അറിഞ്ഞാവോ? റൂത്ത് എന്നാ പറയണത്? ഞാൻ അമ്മയെ വിട്ട് ഒരിടത്തും പോണില്ല. ഈ വയസ്സാം കാലത്ത് എൻ്റെ അമ്മയെ വിട്ട്, അമ്മയമ്മേണേ, ഈ വയസ്സാം കാലത്ത് ഞാൻ അമ്മയെ വിട്ട് ഒരിടത്തും പോണില്ല. എന്നിട്ട് പിന്നെ ഇവൾ വേറൊരു വാക്ക് പറയും. അത് ഒരു 100 മാർക്ക് വീഴുന്നൊരു വാക്കാണ്. അവൾ പറയും, അമ്മയുടെ നാട് എൻ്റെ നാട്. നമ്മളൊരു 1:17 കാണുന്ന വചനങ്ങളാണ്. റൂത്ത് 1:17, അമ്മയുടെ നാട് എൻ്റെ നാട്. പിന്നെ ഒരു വാക്ക് പറയും, അമ്മ മരിച്ചടക്കുന്നിടത്ത് ഞാനും അടക്കപ്പെടും. അയ്യോ, ബ്യൂട്ടിഫുൾ. മരണം വരെ ഞാൻ അമ്മയെ പിരിയത്തില്ല, മരിച്ചാലും ഞാൻ പിരിയത്തില്ലെന്ന് പറയത്തില്ല. അതാണ് റൂത്ത് പറയണത്. മരണം വരെ ഞാൻ പിരിയത്തില്ല, അമ്മ മരിച്ചാലും ഞാൻ പിരിയത്തില്ല.
ഈ നമ്മൾ 8-ാം അധ്യായത്തിൽ നടപടി ഈ സോങ് ഓഫ് ദി സോങ്സ് ഇല്ലേ, സോങ് ഓഫ് ദി സോങ്സ് എന്താണ്, ഉത്തമഗീതം. അതിൻ്റെ 8-ാം അധ്യായത്തിൽ വചനമുണ്ട്, സ്നേഹം മരണം പോലെ അങ്ങ് ശക്തമാണ്. അത് ജെസ്സയുടെ മകൻ ദാവീദിൻ്റെ മകൻ സോളമൻ എത്രയോ വർഷം 400 ഈ റൂത്ത് എന്ന് പറയുന്ന മോവാബിയ സ്ത്രീ ഇത് പറയുന്ന മുമ്പ് പറഞ്ഞ ശേഷം 400 വർഷം കഴിഞ്ഞാൽ പറ്റിയാണ് ഈ സോളമൻ ഈ കവിത എഴുതണത്. എന്താണ്? സ്നേഹം മരണത്തെപ്പോലെ ശക്തമാണെന്ന്. നമുക്ക് ആ വചനം നോക്കാം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന. സ്നേഹമേ, സ്നേഹമേ, ആരാധന, ആരാധന, ആരാധന. സ്നേഹമേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 8:6 ഉത്തമഗീത. നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. പ്രേമം മരണത്തെപ്പോലെ ശക്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് റൂത്ത് ചെയ്തിരിക്കുന്നത്. ഇത് സോളമനത്ത് എഴുതുന്നതിന് 400-300 വർഷം മുമ്പാണ് റൂത്ത് പറഞ്ഞത് സ്നേഹം മരണത്തെക്കാളും ശക്തമാണെന്ന്. അതാണ് നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. ഈ റൂത്തിൻ്റെ അമ്മായിയമ്മയും തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ച് റൂത്ത് പറയണത്, അമ്മ മരിച്ചടക്കുന്നിടത്ത് ഞാനും അടക്കപ്പെടും. ദാറ്റ് മീൻസ് സ്നേഹം മരണത്തെക്കാളും ശക്തമാണ്. നിൻ്റെ ഹൃദയത്തിൽ മുദ്രയായും വിരലടയാളമായും എന്നെ പതിക്കുക, ഞാനും എന്നും നിൻ്റെ കൂടെയെന്ന്. ഇത് ഒരു അമ്മയും മകളും അല്ല, അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ തലമാണ്. ഒരു പക്ഷേ ബൈബിളിൽ ഏറ്റവും ശക്തമായ സ്നേഹത്തെക്കുറിച്ചിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഞാൻ ഇങ്ങനെ പറയണം, ഇതാണ് ജെസ്സയുടെ വേരെന്ന് പറയണത്. ദൈവവേദനെ നമുക്ക് ചിന്തിക്കാനും കൊടുക്കാനും വാങ്ങിക്കാനും പറ്റുന്ന ഒരു സ്നേഹത്തിൻ്റെ നിലവാരത്തിൻ്റെ അപ്പുറത്ത് നീ സ്നേഹം കാണിക്കുമ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്കാണ് നീ ക്രിസ്തുവാണ് നിന്നിൽ ജീവിക്കണത്. ശരിക്കും ഇതിലൂടെയാണ് റൂത്തിൻ്റെയൊക്കെ ഇത്തരം മനോഭാവങ്ങളിലൂടെയാണ് ജെസ്സയുടെ വേര് തളർത്ത് നമുക്ക് ക്രിസ്തുവിനെ ലോകത്തിന് കിട്ടിയത്. ക്രിസ്തു നിന്നിൽ ജീവിക്കാനും ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാനും ഇതാണ് ഇതിൻ്റെ ഒരു മാർഗം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കെട്ടുപോയ വേരുകളെ സ്നേഹത്തിന്റെ കെട്ടുപോയ വേരുകളെ ഈ വചനം കേൾക്കുമ്പോൾ തളർത്തു വരുവാനും ഈശോയെ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ, ഓ
വീശണമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. എൻ്റെ പേര് സരോജിനി, അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കാലങ്ങളായി എനിക്ക് ചെവി ഒട്ടും കേൾക്കില്ലായിരുന്നു. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ച് കൂട്ടുകാരത്തി എൻ്റെ അടുത്ത് ഒരു പത്രം തന്നു, ചേച്ചി അവിടെ പോയി പ്രാർത്ഥിക്കും, ചേച്ചിക്ക് നല്ല സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞു. എൻ്റെ മക്കൾ പോലും എന്നെങ്ങോട്ട് വിടാനായിട്ട് സമ്മതിക്കണില്ല, അമ്മ പോകണ്ടെന്ന് പറയണേ. പക്ഷെ ഞാൻ മക്കളെയൊക്കെ ഞാൻ ഉപേക്ഷിച്ച് ഞാൻ പോകുന്നത്. ചേച്ചിക്ക് ചെവി കേൾക്കാവോ? ഇപ്പോൾ രണ്ടും ഇപ്പം കുഴപ്പമില്ല, രണ്ട് ചെവിയും കേൾക്കാവോ? നന്നായി. ഇപ്പം കുഴപ്പമില്ല. എനിക്ക് തലകറക്കും ഛർദിയും എല്ലാം വന്നിരുന്നു. നാട്ടുകാരും ഞാൻ പണിക്ക് പോയവരും എല്ലാം എന്നെ കുറ്റം പറയും, ചെവി കേൾക്കാത്തവർ എന്തിനാ പണിക്ക് വന്നേന്ന്. നമ്മുടെ വീടിൻ്റെ അവസ്ഥ കണ്ട് ഞാൻ പണിക്ക് പോകും. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 5 കൊല്ലമായി. എനിക്ക് 2 ആൺപിള്ളേര്. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. നമുക്ക് ഇപ്പോൾ ശക്തമായിട്ട് നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ചെവി കേൾക്കാതെ മറ്റുള്ളവരുടെ അപഹേളനയും വിഷമതകളും കുറ്റം പറയുന്നതും എല്ലാം കേട്ട് വിഷമിച്ച് നടന്ന മകളെ അമ്മയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കിട്ടിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് കൈയടിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും കർത്താവിൻ്റെ വചനം, രക്ഷയുടെ വചനം, പ്രത്യാശയുടെ വചനം, സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും പുനരുദ്ധാനത്തിൻ്റെ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ വാക്കിൽ വിശ്വസിച്ചും ഈ വാക്കിനനുസരിച്ച് നമ്മുടെ മനോഭാവങ്ങളെ രക്ഷാകരമായി ക്രമീകരിച്ചും സ്നേഹവും കരുണയും സന്ധിപ്പും സംരക്ഷണവും ഒക്കെ വളർത്തിയെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ ഉയർത്തുക, കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴച്ഛൻ നിങ്ങളുടെ ജീവിതാവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നവരെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. കൃപാസനത്തിലെ കർത്താവെ, ഒത്തിരിയേറെ മക്കൾ ഓൺലൈനിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ കർത്താവെ പ്രാർത്ഥനാ സഹായം കർത്താവെ ഗൂഗിൾ മീറ്റിലൂടെ കർത്താവെ അപേക്ഷിച്ചൊരു കർത്താവെ അവരെല്ലാം ഈ സമയത്ത് ഓർക്കുന്ന കർത്താവെ, അവരെല്ലാം നീ സ്പർശിക്കും കർത്താവെ. നടുവേനക്കാരെ സ്പർശിക്കണമേ കർത്താവെ, പങ്ക്രിയാസ് രോഗികളെ സ്പർശിക്കണം കർത്താവെ, ഷുഗർ രോഗികളെ സ്പർശിക്കണമേ കർത്താവെ, എല്ലാ രോഗികളെ കർത്താവെ നീ സ്പർശിക്കണം കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തെ അസ്ഥിരോഗങ്ങൾ, വാതരോഗങ്ങൾ കർത്താവെ ഈ നിമിഷം സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്ന കർത്താവെ. ജോലി ഇല്ലാത്തൊരു കർത്താവെ, വീട് ഇല്ലാത്തൊരു കർത്താവ്, വിവാഹം ഒത്തുവരാത്തൊരു കർത്താവ്, വരുമാനം ഇല്ലാത്തൊരു കർത്താവ്, കുടുംബത്തിൽ കലഹമുള്ളൊരു കർത്താവ്, അവരെല്ലാം കർത്താവ് ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവമേ. അന്യ നാടുകളും വിദേശത്തും കർത്താവ് ജീവിക്കുന്നവരും ജോലിയില്ലാതെ കൊറോണയെ താമസിക്കുന്ന കർത്താവ്, ഈശോ ജോലി കർത്താവ് രേഖാമൂലമുള്ള തകരാറുകൾ കർത്താവ്, വിസ എക്സ്പയർ ആയി പോകുന്നവർ, വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർ കർത്താവ്, IELTS പോലെയുള്ള പരീക്ഷകളിൽ കർത്താവ് പങ്കെടുക്കാൻ പോകുന്നവർ, അങ്ങനെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ എല്ലാം കർത്താവ് അങ്ങയുടെ ദിവസത്തിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. ഈശോ പല തരത്തിൽ കർത്താവ് വിശ്വാസം തളർന്നവരെ കർത്താവ്, തളർന്നു പോയവരെ കർത്താവ് അങ്ങ് സ്പർശിക്കുന്ന കർത്താവ്, പല രോഗങ്ങൾ കർത്താവ് മരുന്ന് കഴിക്കുന്നവരെ അങ്ങ് കർത്താവ് ഏറ്റെടുക്കുന്ന കർത്താവ്, ഗൂഗിൾ മീറ്റിലൂടെ കർത്താവ് രോഗം സുഖപ്പെട്ടതായ കർത്താവ് സാക്ഷ്യം പറയേണ്ട കർത്താവ്, കിടപ്പ് രോഗികളായി പോയവരെ അപകടപ്പെട്ട് കിടക്കുന്നവരെല്ലാം കർത്താവ് അങ്ങ് സ്പർശിക്കണേ. കരൾ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, പിസിയോഡ് രോഗികൾ കർത്താവ്, ഈശോ അസ്ഥി രോഗികൾ കർത്താവ്, ഈശോ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കർത്താവ്, മുട്ടിന് വേദനയുള്ളവർ കർത്താവ്, അവരെ അങ്ങ് വിശുദ്ധമായി വരത് കർത്താൽ സ്പർശിക്കണമെന്ന് പറഞ്ഞ് സ്പോണ്ടിലോസിസ് രോഗികളെ കർത്താവ് സ്പർശിക്കണം, മുടി കൊഴിയുന്ന കർത്താവ് സ്പർശിക്കരുത്. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിട്ട് അടയാളത്തിൽ ദൈവനാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. തിരുക്കരത്താൽ താങ്ങിയമ്മേ, തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയമ്മേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി
സ്വരമേർത്ത് സ്തുതിച്ചുകൊണ്ട് യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ